യെസ്. അപ്പോൾ നിങ്ങളൊരു ക്യാമറ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതായത് ഒരു വീഡിയോ ക്യാമറ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ക്യാമറ വാങ്ങണം? ഇത് സ്ഥിരം ഒരു സംശയമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഏത് ക്യാമറ വാങ്ങണം രാകേഷേ? എനിക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് പ്ലാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ക്യാമറ സെലക്ട് ചെയ്യും? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഫോണിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പോഴത്തെ നല്ല ഫോൺസിലൊക്കെ നല്ല ക്ലാരിറ്റി ഔട്ട്പുട്ടൊക്കെ കിട്ടും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് പേഴ്സണലായിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനും അല്ലെങ്കിൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ പേഴ്സണലായിട്ടൊരു ക്യാമറ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ക്യാമറ വാങ്ങണം? എന്നോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ കുറേ മണ്ടത്തരം കാണിച്ചാണ് വന്നത്. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫോണിലാണ് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തത്. അതിനുശേഷം ഞാനൊരു ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കുറച്ചൊക്കെ ഒന്ന് നോക്കിയപ്പോഴേക്കും എല്ലാവരും നല്ല DSLR ഒക്കെ പിടിച്ച് പോകുന്നതൊക്കെ കണ്ടു, അല്ലെങ്കിൽ അതിനകത്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ആദ്യം തന്നെ സോണി എന്ന് പറയുന്നൊരു ബ്രാൻഡിനോടുള്ളൊരു ആഗ്രഹം, ഇഷ്ടം ഒക്കെ കാരണം നേരെ സോണിയുടെ ഏതെടുക്കണമെന്നുള്ള തീരുമാനമായി. അങ്ങനെ സോണിയുടെ ആൽഫ 6400 എന്ന് പറയുന്ന ഒരു വ്ളോഗിങ് ക്യാമറ ഞാൻ വാങ്ങിച്ചു. ഈ വ്ളോഗിങ് ക്യാമറയുടെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറയിലാണ്, അതായത് സോണിയുടെ ആൽഫ 6400 എന്ന് പറയുന്ന മോഡലിൽ. എന്നാൽ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. നമ്മൾ ഈ ഒരു ക്യാമറയിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇത് സ്റ്റാൻഡിലാണ് ഈ ഒരു ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ ക്യാമറയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിക്ക് നമ്മൾ ഈ ക്യാമറയായിട്ട് നടക്കുകയാണെങ്കിൽ ഒന്ന് കുലുങ്ങിയാൽ അത് വിഷ്വലി നല്ല രീതിക്ക് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ട് വരും. അതായത് ഭയങ്കര ഷെയ്ക്കിംഗ് ആയിരിക്കും. അന്നേരം എൻ്റെ മനസ്സിലൊരു ചിന്ത പോയത്, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഷെയ്ക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഗിംബൽ വാങ്ങണം. എന്നാൽ ഞാനൊരു ഗിംബൽ വാങ്ങി, DJയുടെ ഒരു ഗിംബൽ വാങ്ങി. ഗിംബൽ മേടിച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നം തീർന്നോ? ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഷെയ്ക്കിങ്ങിൻ്റെ പ്രശ്നം തീർന്നു, പക്ഷേ ഇത് പിടിച്ചുകൊണ്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഗിംബൽ തന്നെ ഏകദേശം ഒരു 1 കിലോ അടുപ്പിച്ച് വരും, ക്യാമറ ഏകദേശം 1 അടുപ്പിച്ച് തന്നെ വരുന്നുണ്ട്. ഈ 2 കിലോയും തൂക്കിക്കൊണ്ട് വേണം നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുക. ശരിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് DJയുടെ പോക്കറ്റ് 3, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പോക്കറ്റ് 3 ആണ്. ഇതിൻ്റെ DJI പോക്കറ്റ് 1 ഉണ്ടായിരുന്നു ഫസ്റ്റ്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ ലിങ്ക് കൂടെ താഴെ ഇട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. 1 എടുത്തപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതായത് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ, ഒരു ഗിംബലും വരുന്നുണ്ട്, ഒരു ക്യാമറയാണ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറയുടെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52,000 രൂപ. ഇത്രയും മുടക്കി ഒരു ക്യാമറ വാങ്ങണോ? പിന്നെയുള്ളൊരു മോഡൽ ആക്ഷൻ 4 എന്ന് പറയുന്ന DJI എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ ആക്ഷൻ 4 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഈ ക്യാമറയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 39 രൂപ സംതിങ് എങ്ങാണ്ട് ഇപ്പം പ്രൈസ് വരുന്നുണ്ട്. ഇത് 4 ആണ്. ഇതിൻ്റെ അടുത്ത പുതിയ മോഡലും വന്നിട്ടുണ്ട്, 5ഉം ഇറങ്ങിയിട്ടുണ്ട്. 5ന് ഏകദേശം എനിക്ക് തോന്നുന്നു 48 സംതിങ് വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ DJIയുടെ പോക്കറ്റ് 3 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ ഞാനത് മേടിച്ചിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സോണിയുടെ ZV-1 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സോണി തന്നെ വ്ളോഗിങ് പർപ്പസിന് വേണ്ടി ഇറക്കുകയാണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവനും ഈ ആക്ഷൻ ക്യാമറ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ഈ രണ്ടിൽ ഏത് വാങ്ങണം? ആക്ഷൻ ക്യാമറ മേടിക്കണോ, അതോ ഇതുപോലത്തെ ഒരു വ്ളോഗിങ് ക്യാമറ മേടിക്കണോ, അതോ ഞാൻ ഈ കാണിച്ചൊരു DSLR അഥവാ ഒരു മിറർലെസ് ക്യാമറ മേടിക്കണോ? ഈ 3 ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത്. അതോ ഒരു 360 ഡിഗ്രി ക്യാമറ മേടിക്കണോ? 360 ഡിഗ്രി ക്യാമറ ടു ബി വെരി ഫ്രാങ്ക് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, യൂസ് ചെയ്തിട്ടുണ്ട്, കിടുവാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എഡിറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഓക്കെ. പക്ഷേ ഈ 4 ക്യാമറാസ് വെച്ച് നോക്കാനാണെങ്കിൽ ഏത് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ക്യാമറ ഇതാണ്. അതായത് DJIയുടെ പോക്കറ്റ് 4ഓ 5ഓ നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാം. GoPro ഞാൻ സജസ്റ്റ് ചെയ്യാതെ വേറെ ഒന്നും കൊണ്ടല്ല. GoPro ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. 9 യൂസ് ചെയ്തിട്ടുണ്ട്, 11 യൂസ് ചെയ്തിട്ടുണ്ട്. GoPro 9ഉം 11ഉം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ബാക്കി വേറെ എനിക്ക് അത്രയും പ്രശ്നം തോന്നിയിട്ടില്ല. ഔട്ടും കാര്യങ്ങളൊക്കെ നല്ല കിടുക. അതുപോലെ തന്നെ കിടു ഔട്ട്പുട്ട് നമുക്ക് ഈ പറയുന്ന ഓസ്മോ പോക്കറ്റ് 4ൽ നിന്നും കിട്ടും. അതായത് ഓസ്മോയുടെ ആക്ഷൻ 4ൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അതിലും അടിപൊളിയാണ് ആക്ഷൻ 5. ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അടുത്ത് തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഇതിൻ്റെ ഔട്ടിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്യാമറ ഓൺ ആണെങ്കിൽ തന്നെ ഇതിനകത്ത് ഹൊറൈസൺ ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ക്യാമറയിൽ കൂടെ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ ഈ ക്യാമറ ചരിച്ചാൽ പോലും ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാമെന്നുണ്ടെങ്കിൽ, എന്നെ കാണാമെന്നുണ്ടെങ്കിൽ
ഇതിൽ ഞാൻ ചെരിയുന്നില്ല, ക്യാമറ മാത്രം ചെരിയുന്നുള്ളൂ. അതായത് ആരുടെ കയ്യിൽ കൊടുത്ത് ഈ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞാലും വളരെ വ്യക്തമായിട്ട് അവർക്ക് ചെരിഞ്ഞോ എങ്ങനെയൊക്കെ കൊണ്ട് നടന്നെന്ന് പറഞ്ഞാലും വിഷ്വൽ ഒരിക്കലും ചെരിയത്തില്ല, കുലുങ്ങില്ല. ഇപ്പം നടന്നുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്താലും കുലുങ്ങില്ല. പക്ഷെ അതേ സ്ഥാനത്ത് പോക്കറ്റ് 3ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ പൊങ്ങിയും താഴെയൊക്കെ പോരുകയാണെങ്കിൽ ഇതിലൊരു മെക്കാനിക്കൽ ഗിംബിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മെക്കാനിക്കൽ ഗിംബിളിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ മോട്ടറാണ് വരുന്നത്, 3 മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ആട്ടം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാട്ടം അതിനകത്ത് ശരിക്കും വരും. അതൊരു നെഗറ്റീവ് സൈഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കി പറഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇനി ഈ ഒരു ക്യാമറയുടെ ഡ്രോബാക്കും കൂടെ പറഞ്ഞുതരാം. ഇതിലൊക്കെ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ആ ഫീൽഡ് ഓഫ് വ്യൂ ഫുള്ളായിട്ടായിരിക്കും നമുക്ക് ഫോക്കസ് ചെയ്ത് കാണുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന DSLR എടുക്കുന്ന ഒരു വീഡിയോയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാം, പക്ഷെ വ്യക്തമല്ല, ഫോക്കസ്ഡ് അല്ല. ഞാനാണ് അവിടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഒരു പോക്കറ്റ് ഈ DJയുടെ ആക്ഷൻ ക്യാമറയെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു സാധനം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കാനോ സാധിക്കത്തില്ല. അതാണ് ഒരു ആക്ഷൻ ക്യാമറയുടെ നെഗറ്റീവ് സൈഡ്. അതേ സ്ഥാനത്ത് DJയുടെ പോക്കറ്റ് 3 എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. എന്നെ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് വെച്ചത് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലേഡായി എന്നെ മാത്രം ട്രാക്ക് ചെയ്യും. ഒബ്ജക്റ്റ് ട്രാക്കിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാക്കിംഗ് ഇതിനുണ്ട്. അങ്ങനെ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് എന്നെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാക്കിംഗ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടൊക്കെ നടന്നെന്ന് പറഞ്ഞാൽ ഈ ക്യാമറ എന്നെ ഇങ്ങനെ സെൻസ് ചെയ്ത് ഇതെൻ്റെ കൂട്ടത്തിൽ വരുമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന പൊസിഷനിൽ, അതായത് എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഈ ക്യാമറയുടെ ഹെഡ് മാത്രം നീങ്ങും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ക്യാമറ എന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് ഡിറ്റക്ഷൻ ഓൺ ആക്കി, ഇപ്പം ട്രാക്കിംഗ് ആണ്. ഞാനിപ്പോൾ എങ്ങോട്ട് മാറിയാലും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ആ ക്യാമറയുടെ ഹെഡ് യൂണിറ്റ് എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ താഴോട്ടാക്കിയാലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവനിപ്പം എന്നെയാണ് ട്രാക്ക് ചെയ്യുന്നത്. കണ്ടോ, എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ട്രാക്ക് ചെയ്തുള്ളൂ. ഇതാണ് ആക്റ്റീവ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്, അഥവാ ഹ്യൂമൻ ട്രാക്കിങ്. ഇത് ഹ്യൂമനെ മാത്രമല്ല, നമ്മളൊരു ഒബ്ജക്റ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിനെയും ട്രാക്ക് ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ വയർലെസ് മൈക്ക് കണക്ട് ചെയ്യും. 2 മൈക്ക് അറ്റ് എ ടൈം. അത് ഇപ്പം ഞാൻ ഈ വെച്ചിരിക്കുന്ന DJയുടെ മൈക്കാണ്, DJI Mic 2 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇൻബിൽറ്റ് റെക്കോർഡിംഗ് വരുന്നതാണ്. 8 മണിക്കൂർ എനിക്ക് ഈ മൈക്ക് മാത്രം എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൈക്ക് ഇതിലോട്ട് 2 മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആക്ഷൻ 4 വരുമ്പോൾ ഒരൊറ്റ മൈക്ക് മാത്രം വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 5ലോട്ട് വന്നപ്പോൾ 2 മൈക്ക് ഒന്നിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം വയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് ഏത് ക്യാമറ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങളുടെ പർപ്പസ് ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആക്ഷൻ ക്യാമറാസ് മാത്രം നിങ്ങൾ വാങ്ങാവുള്ളൂ, വേറെ ഒരു ടൈപ്പ് മേടിക്കരുതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ സോളോ ആയിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്യാമറാമാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്യാമറ മേടിച്ചാലും കുഴപ്പമില്ല. ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്കുള്ള പരിപാടിയാണെങ്കിൽ ആക്ഷൻ ക്യാമറാസ് തന്നെ സെലക്ട് ചെയ്യാൻ പറയത്തുള്ളൂ. ഇനി ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ഷൻ ക്യാമറ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 360 ഡിഗ്രി ക്യാമറ കൂടെ വാങ്ങാമെന്നുണ്ടെങ്കിൽ സൈഡ് വിഷ്വൽസും ബാക്ക് വിഷ്വൽസും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുന്നതായിരിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഒരു മിറർലെസ് DSLR തന്നെ, ഒരു മിറർലെസ് ക്യാമറ തന്നെ നിങ്ങൾക്ക് വേണം. അതിൽ ഒരു സംശയമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് ഒന്നും പഠിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ സ്വന്തമായിട്ട് ഓരോ ക്യാമറ വാങ്ങി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കണ്ടും കേട്ടും മനസ്സിലാക്കിയത് വെച്ച് പറഞ്ഞതാണ്. വലിയ വലിയ ക്യാമറമാന്മാരും വലിയ വലിയ ആൾക്കാരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ചെറിയൊരു അനുഭവം, ഇനി സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്.